എന്തുകൊണ്ടാണ് മനുഷ്യർ സ്വപ്നം കാണുന്നത്? ഉറക്കത്തിന്റെ കുറവ് കൊണ്ടാണോ? സത്യത്തിൽ നമ്മളൊരു ഉറക്കത്തിലാണ്. 1 ഡിഗ്രി മുകളിലേക്ക് പോകാം. അതിനെയാണ് തന്ത്രാവസ്ഥ, ട്രാൻസിഡന്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് സ്വപ്നം പോലെ ആയിരിക്കും, മനസ്സിനെ ബോധപൂർവം ഉയർത്തിയാൽ അത് തുരീയാവസ്ഥ എന്ന് പറയും, സൂപ്പർ കോൺഷ്യസ്നെസ്. എനിക്കൊന്ന് ഉറക്കം ഫിക്സ് ചെയ്താൽ ജീവിതത്തിന്റെ പകുതി പ്രശ്നങ്ങൾ തീരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 100%. ഉറക്കത്തിന്റെ പ്രാധാന്യം, അറിവ് അത് മനസ്സിലായാൽ തീർച്ചയായിട്ടും നാം ഉറങ്ങാൻ സന്നദ്ധമാകും. ഒരുവിധം എല്ലാവരും സ്വപ്നങ്ങൾ കാണാറുണ്ട് ഉറക്കത്തിൽ. ചിലത് സത്യമാണോ എന്ന് പേടിച്ച് ഉറക്കം എണീക്കുന്ന സ്വപ്നങ്ങളും ഉണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യർ സ്വപ്നം കാണുന്നത്? ഉറക്കത്തിന്റെ കുറവ് കൊണ്ടാണോ? ഉറക്കവും ഉണർവും എന്ന് പറയുന്നത് തലച്ചോറിലുള്ള 2 രാസവ്യതിയാനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ പറയുന്നതും സത്യത്തിൽ നമ്മളൊരു ഉറക്കത്തിലാണ്. അതായത് ഈ പല യോഗ ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, നാം ഇപ്പോൾ ധരിക്കുന്നത് നാം ഉണർന്നിരിക്കുകയാണെന്ന്. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ ഒരു ഔഷധത്തിൻ്റെയോ ആസനത്തിൻ്റെയോ പ്രാണായാമത്തിൻ്റെയോ സഹായത്താൽ നമ്മൾ ഈ ഡയമെൻഷനിൽ നിന്ന് മാറി വേറൊരു ഡയമെൻഷനിലേക്ക് ഉണർന്നാൽ നമ്മൾ നോക്കട്ടെ, എന്തുറക്കമായിരുന്നു ഇത് ഞാൻ എന്ന് അവിടെ നിന്നുകൊണ്ട് നോക്കി പറയും. യെസ്, അതിനൊരു കഥ ഈ വിവേകാനന്ദ സ്വാമിയുടെ ജ്ഞാനയോഗ എന്ന പുസ്തകത്തിൽ അദ്ദേഹം വളരെ ലളിതമായി, അന്ന് ഈ വേൾഡ് റിലീജിയസ് കോൺഫറൻസ് കഴിഞ്ഞിട്ട് അന്നത്തെ ഈ സായിപ്പന്മാർക്ക് ഇതിൻ്റെ ഈ വേദാന്തം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, അതായത് നമ്മുടെ പുരാണങ്ങളിലുള്ള കഥ തന്നെയാണ്. ദേവേന്ദ്രൻ ഒരു ദിവസം ഒരു ശാപം കിട്ടും. ശാപം കിട്ടിയിട്ട് പറയും, നീ ഒരു പന്നിയായി ജനിക്കട്ടെ എന്ന് പറയും. കൂടെ ഈ ആശാന്മാർക്ക് ദേവന്മാർക്ക് ഇങ്ങനെ പണി കിട്ടും. ഏതെങ്കിലും സ്വാമി എടുത്തോ ആരത്തെങ്കിലും ചെന്ന് അഭ്യാസം കാണിക്കും, അവർ പറയും നീ കൂടാതെ. അങ്ങനെ ദേവേന്ദ്രൻ നേരെ അവിടെ നിന്ന് താഴേക്ക് വീഴും. അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്ന് ജനിക്കും. ആരായിട്ട്? പന്നിയായിട്ട്. സൂകരദേഹം. അങ്ങനെ പന്നി ദേവേന്ദ്രന്റെ ആത്മാവല്ലേ, നല്ല ആർജവമുള്ള ഒരു 1.5 പന്നിയാണ്. ഇവനൊരു നല്ല പെൺപന്നിയൊക്കെ കണ്ടുപിടിച്ച് കുടുംബമായിട്ട് നല്ലൊരു ചെളിക്കുണ്ടിൽ ഒരു 10-20 പിള്ളേരുമായിട്ടൊക്കെ ഇങ്ങനെ എന്താണ് നമ്മളെ ആസ്വദിക്കുകയാണ്. നമ്മുടെ പിള്ളേരുടെ ഭാഷയിൽ ന്യൂജൻ പറയുക അർമാദിക്കുകയാണ്. അപ്പോൾ ഇവനിങ്ങനെ ഇടയ്ക്കൊക്കെ ആലോചിക്കും, ഞാൻ എത്ര ഭാഗ്യവാനാണ്, എത്ര ശക്തനാണ്, എനിക്ക് നല്ല സുന്ദരിയായ ഒരു ഭാര്യയുണ്ട്, നല്ല സ്നേഹമുള്ള കുഞ്ഞുങ്ങളുണ്ട്, എനിക്ക് ഭരിക്കാൻ ഒരു ചെളിക്കുണ്ടുണ്ട്. ഇവനിങ്ങനെ ആസ്വദിക്കുകയാണ്. അപ്പോൾ ദേവന്മാരിങ്ങനെ കറങ്ങി കിടക്കുകയാണ്, രാജാവില്ലല്ലോ. ഈ പഹയൻ എപ്പോൾ തിരിച്ചു വരുമെന്ന് അറിയില്ല. ഇമ്മർ വന്ന് കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഇവൻ കിടന്നുറങ്ങുമ്പോഴത്തേക്ക് സ്വപ്നത്തിൽ ആശാന്മാർ വന്ന് പറയും, ദേവന്മാർ പറയും, ഹലോ നിങ്ങളെ ഈ പന്നിയല്ല, നിങ്ങൾ ശാപം കിട്ടി വന്നതാണ്, നിങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോകാൻ, നമുക്ക് രാജാവില്ലാതിരിക്കുകയാണ്. ഇവൻ ഞെട്ടി ഉണരും. എന്തു പറ്റി? ഇത് ആരാണോ എന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ രാജാവാണ്, ഞാൻ പെട്ടെന്ന് തിരിച്ചു പോകണം. എന്തൊരു കഷ്ടമാണ്, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെയും എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോകണമെന്ന് പറയുന്ന വല്ലാത്തൊരു സ്വപ്നം. അപ്പോൾ അവന് ആ സ്വപ്നം വളരെ ഭീകരമായിട്ടാണ് തോന്നിയത്. ഒടുവിൽ ദേവന്മാർ മനസ്സിലാകും, സ്വാമിയുടെ അടുത്ത് നിൽക്കും, സ്വാമി നിങ്ങൾക്ക് രക്ഷയില്ല, അവനായിട്ട് വരും തോന്നുന്നില്ല. അപ്പോൾ സ്വാമി പറയും, എൻ്റെ ശാപത്തിൻ്റെ സമയം കഴിഞ്ഞ്, നിങ്ങൾ പോയി അവനെ കൊല്ലെന്ന് പറയും. അങ്ങനെ ദേവന്മാർ വന്നിട്ട് ഇവനെ കൊല്ലും. കൊന്ന് കഴിയുമ്പോൾ ഇവൻ്റെ ആത്മാവ് പുറത്തു വരും. പുറത്തു വന്നിട്ട് നോക്കുമ്പോൾ ഞാൻ ഇതിലാണ് കിടന്നത്, കഷ്ടം. അപ്പോൾ ആണ് അവന് മനസ്സിലായത് അവൻ വേറൊരു സ്വപ്നത്തിലായിരുന്നു എന്ന്. അപ്പോൾ ഇതൊരു കഥാരൂപത്തിൽ നമ്മളെ ഡിഫറെൻറ്റ് ഡയമെൻഷൻ ഓഫ് എക്സിസ്റ്റൻസ് പറയുകയാണ്. ഇപ്പോൾ നാം ഒരു ഡയമെൻഷനിലാണ്. ഇപ്പം നമ്മുടെ സെറോട്ടോണിൻ കൂടുമ്പോൾ നമ്മൾ നല്ല ഉറക്കത്തിലോട്ട് വീഴും. അത് അബോധാവസ്ഥ എന്ന് പറയും. ഈ ബോധം ഇപ്പോൾ ബോധമാണ്. ഇപ്പം നല്ല ഡോപ്പമൈൻസ് ഒക്കെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ബോധാവസ്ഥ നിലനിൽക്കുന്നത്. അതെ, ഇപ്പൊ മറ്റൊരു തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു ദേവതയായിരിക്കാം, ഞാൻ ഒരു ശാപം കിട്ടി മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നതാണെങ്കിലോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. ഉള്ളിലേക്ക് നോക്കിയാൽ അറിയാം. യെസ്, ഇത് പുസ്തകത്തിൽ പറയില്ല, ഹോംവർക്ക് ചെയ്യണം. യെസ്, അതുകൊണ്ടാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞില്ല, ആത്മഹത്യ. ആർക്കെങ്കിലും വേറൊരാളിന് ആത്മഹത്യ ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ഇല്ല, സ്വന്തമായിട്ട് അവൻ അത് സ്വന്തമായി തന്നെ ചെയ്യണം.
അതുപോലെയാണ് ആത്മജ്ഞാനം. അത് വെളിയിൽ നിന്ന് കിട്ടില്ല, അത് നാം സ്വയം ആർജിക്കുക തന്നെ വേണം. അപ്പോൾ തലച്ചോറിൽ ഉണ്ടാകുന്ന രാസവ്യതിയാനങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളാണ് നമ്മുടെ ബോധം, ഉപബോധം. ഉപബോധമാണ് സ്വപ്നം, പിന്നെ അബോധം സുഷുപ്തി. എന്നാൽ ഈ ബോധത്തിൽ നിന്ന് 1 ഡിഗ്രി മുകളിലേക്ക് പോകാം. അതിനെയാണ് തന്ത്രാവസ്ഥ, ട്രാൻസിഡന്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് സ്വപ്നം പോലെ ആയിരിക്കും, പക്ഷെ കുറെ കൂടെ അവെയർ ആയിരിക്കും. ആ ട്രാൻസിഡന്റൽ സ്റ്റേറ്റ്, തന്ത്രാവസ്ഥയിൽ നിന്ന് വീണ്ടും നിങ്ങൾ മനസ്സിനെ ബോധപൂർവം ഉയർത്തിയാൽ അത് തുരിയാവസ്ഥ എന്ന് പറയും, സൂപ്പർ കോൺഷ്യസ്നെസ്. അപ്പോൾ ആ തുരിയാവസ്ഥയിൽ നിന്ന് വീണ്ടും തുരിയ അതീതത്തിലേക്ക് പോകാം. ഇങ്ങനെ 7 ഡയമെൻഷൻ വരെ നമുക്ക് വളരെ സിമ്പിളായിട്ട് അല്പം ശ്രമിച്ചാൽ പോകാം. അത് വെറുതെ പുസ്തകത്തിൽ നിന്നും പറഞ്ഞിരിക്കുന്നതല്ല, അതൊരു ഗൈഡാണ്. പുസ്തകം എന്ന് പറഞ്ഞാൽ റെഫറൻസ് ആണ്. പക്ഷേ വി ക്യാൻ ബ്രിങ് ഇറ്റ് ഇൻ ടു പ്രാക്ടീസ്. ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഗുരുക്കന്മാർ പറഞ്ഞത് നമ്മൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ 14 ലോകങ്ങളെന്നാണ് നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ആധുനിക ശാസ്ത്രം പറയുന്നത് 7 ഡയമെൻഷൻസ്. നമുക്ക് ജനറ്റിക് മെമ്മറി തന്നെ 7 ഡയമെൻഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരു മനോനിയന്ത്രണം, മനോസാധന. ഇപ്പോൾ എനിക്കൊരു ശക്തമായ ശരീരം വേണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പോയിട്ട് ജിമ്മിൽ പോയി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശരീര വ്യായാമ പദ്ധതി അഡാപ്റ്റ് ചെയ്ത് സാധന ചെയ്യണം. ഇതുപോലെ തന്നെ മനസ്സിൻ്റെ ആഴങ്ങൾ പഠിക്കണമെങ്കിൽ മനോവ്യായാമം പ്രാക്ടീസ് ചെയ്യണം. ആ മനോവ്യായാമത്തെയാണ് ധ്യാനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ശ്വാസമാണെന്നും, അപ്പോൾ ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട് ശരീരത്തിലെ ഹോർമോൺസിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. ഹോർമോൺസിൻ്റെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ വരുമ്പോൾ നമ്മുടെ പല ഭൂമികകളും നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അതാണ് ലഹരി, ആത്മലഹരി എന്ന് പറയും. നിർവചിക്കാൻ കഴിയാത്ത, വിവരിക്കാൻ കഴിയാത്ത ഒരു ആനന്ദമാണ്. ലോകത്തുള്ള ഒരു മയക്കുമരുന്നിനും ഈ ലഹരി തരാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആത്മലഹരി ആർജിച്ചവന് ബാഹ്യലഹരി ഒരു വിലയുമില്ല. എന്നാൽ ആത്മലഹരി കിട്ടിയിട്ടില്ലാത്തവൻ തീർച്ചയായിട്ടും ഏതെങ്കിലും ബാഹ്യലഹരി ചെന്ന് വീഴും. പക്ഷെ അത് കുറച്ചുകൂടെ ആക്സസിബിൾ ആണല്ലോ. പൈസ കൊടുത്താൽ ബാഹ്യലഹരി കിട്ടും. ആത്മലഹരി കിട്ടണമെങ്കിൽ കുറച്ച് വർക്ക് ചെയ്യണം, തീർച്ചയായും ഹാർഡ് വർക്ക് ചെയ്യണം. അതെ. അപ്പോൾ ബാഹ്യലഹരിയുള്ള പ്രശ്നം അത് എന്താണ്, ഡ്രഗ്സാണ്. അത് ലഹരി എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് പിന്നെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കാനും ഗ്രാജുവലി നശിപ്പിക്കാനും കഴിയും. അങ്ങനെ ഉണ്ടാവുള്ളൂ. അത് ഡീജനറേറ്റീവാണ് ബാഹ്യലഹരി. ബാഹ്യമായിട്ട് വെളിയിൽ നിന്ന് വരുന്ന രാസവസ്തുക്കൾ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കും തുടർ ഉപയോഗത്തിൽ. എന്നാൽ ആന്തരികമായ ലഹരി ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അല്ലെങ്കിൽ തലച്ചോറിൻ്റെയും പ്രവർത്തനങ്ങളെ ഉദ്ദീപിപ്പിക്കും. അതൊന്ന് കൺസ്ട്രക്റ്റീവാണ്. ആത്മലഹരി കൺസ്ട്രക്റ്റീവും ബാഹ്യലഹരി ഡിസ്ട്രക്റ്റീവുമാണ്. പക്ഷെ രണ്ടും ലഹരിയാണ്. അതെ. അപ്പൊ നമ്മൾ ഈ സ്വപ്നത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ കാണുന്ന സ്വപ്നങ്ങളെല്ലാം നമ്മളോട് കൺവേ ചെയ്യാൻ എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടാകുമോ? ഇത് ജീവിക്കണമെന്നും സുഖിക്കണമെന്നും ആഗ്രഹിക്കുന്ന മനുഷ്യന് അത് മാത്രമാകുമ്പോഴാണ് ഈ ചോദ്യം വരുന്നത്. എന്നാൽ ആഗ്രഹത്തിനും ജീവിതത്തിനും അപ്പുറം ഒരു ലഹരി ഉണ്ടെന്നും അതാണ് സത്യമെന്നും അന്വേഷിക്കുന്നവന് ഈ ചോദ്യം ഉണ്ടാവില്ല. ഇല്ല, ഞാൻ ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാല്, പ്രിയപ്പെട്ട ആൾക്കാർ മരിച്ചു പോകുന്നതായി സ്വപ്നം കാണുന്ന ഒരാൾ, അതെന്തുകൊണ്ടായിരിക്കും? ഈ പറഞ്ഞ അതിന് ഈ സുഖിക്കുന്നതും ദുഃഖിക്കുന്നതുമായിട്ട് ഉണ്ട്. ഇത് തന്ത്രപരമായി വാചകങ്ങൾ തിരിച്ചു വെച്ചതാണ്. സംഭവം സുഖം തന്നെയാ. പ്രിയപ്പെട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് സുഖം തരുന്ന ഒരാൾ, അതല്ലേ പ്രിയപ്പെട്ടത്. എന്നും പണി തരുന്നവരെ വലിയൊരു പ്രിയപ്പെട്ടവരാകോ? ഇല്ല. അപ്പൊ നമുക്ക് പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് സുഖം തരുന്നത്, നമുക്ക് വൈകാരികമായ അടുപ്പമുള്ളവർ. അപ്പോൾ അവർക്ക് നഷ്ടം വരുമോ എന്ന ഭയം, ആ ഭയമാണ് നമ്മളെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ആഴത്തിലുള്ള അറിവ് നേടിയ ആളിന് പ്രിയവുമില്ല അപ്രിയവുമില്ല. കാരണം മെറ്റീരിയൽ വേൾഡ്, ഇതാണ് ശാസ്ത്രം. എല്ലാവരും പറയും എല്ലാം ശാസ്ത്രീയമായിരിക്കണമെന്ന്. ശാസ്ത്രം എന്ന വാക്കിൻ്റെ അർത്ഥം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ശാസ്ത്രം എന്ന വാക്കിൻ്റെ അർത്ഥം ശരീരത്തെ ത്രാണനം ചെയ്യുന്നത് ഏതോ അതാണ് ശാസ്ത്രം. ഈ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ശരീരം ശീര്യതേ അനേന ഇതി ശരീര എന്നാണ്.
ശീര്യത എന്ന് പറഞ്ഞാൽ മ്യൂട്ടേറ്റിംഗ്. ആ. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ദ നേച്ചർ ഓഫ് മാറ്റർ. ഉം. അപ്പോൾ പ്രകൃതിയിൽ ഭൗതികമായി എന്തുണ്ടോ അത് ഒരു അണുവായാലും അണ്ടഘടകമായാലും അത് മാറ്ററാണ്. ഉം. അതാണ് ശരീരം. അതെപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. മാറ്റർ ഈസ് കീപ്പ് ഓൺ മ്യൂട്ടേറ്റിംഗ്. മനസ്സിലാവുന്നില്ല? അതെ. അപ്പോൾ ആ മ്യൂട്ടേഷന് വിധേയമായതെന്തോ അതിനെ മനസ്സിൽ നിന്നില്ലാതാക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രം. അപ്പോൾ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ മാറ്റർ എന്ന് ശരീരം, ശരീരബോധത്തെ, ദ കൺസെപ്റ്റ് ഓഫ് മാറ്റർ എലിമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ ശരീരത്തെ ത്രാണനം ചെയ്യുന്നത് എന്തോ അതാണ് ശാസ്ത്രം. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞൻ ഒരു ഇല എടുക്കുന്നു, അതിൻ്റെ ചീന്തെടുക്കുന്നു, മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുന്നു, അതിൻ്റെ സൂക്ഷ്മഗണം കണ്ടുപിടിക്കുന്നു, അതിനെയും സൂക്ഷ്മമായി ഇങ്ങനെ ആ ഫോം, ആ മോളിക്കുലർ ഫോമിനെ കംപ്ലീറ്റ് ത്രാണനം ചെയ്ത് അവസാനം ചെന്ന് നിൽക്കുമ്പോൾ അവൻ പറയുന്നു, ആധുനിക ശാസ്ത്രജ്ഞൻ പറയുന്നു, ഇതെല്ലാം ഒരു മായയാണ്. മാറ്റർ ഈസ് നോട്ട് എക്സിസ്റ്റിംഗ് ദ വേ യു പെർസീവ്. നിങ്ങൾ ഈ കാണുന്ന പോലെ മാറ്റർ നിലനിൽക്കുന്നില്ല. നമ്മുടെ പൗരാണിക ആചാര്യനും ഇത് തന്നെ പറഞ്ഞത്. ബ്രഹ്മസത്യം ജഗത്, മെറ്റീരിയൽ വേൾഡ് ഈസ് മിഥ്യ. ഇംഗ്ലീഷ് വാക്ക് ഈ മിത്ത് എന്ന വാക്കുണ്ടായത് സംസ്കൃതത്തിലെ മിഥ്യ എന്ന വാക്കിൽ നിന്നാണ്. നിങ്ങളെന്തോ കാണുന്നുണ്ട്, പക്ഷേ അതിൻ്റെ യഥാർത്ഥ രൂപം അതല്ല. അതുകൊണ്ടാണ് അതിനെ മിഥ്യ എന്ന് വിളിക്കുന്നത്. ശരീരം നമുക്കുണ്ടെന്ന് ബോധ്യമുണ്ട്, എന്നാൽ ഇതിൻ്റെ സൂക്ഷ്മഭാവം ഇതല്ല, സത്യഭാവം അതല്ല. അതുകൊണ്ടാണ് അതിനെ ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്വപ്നത്തെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ സ്വപ്നം ക്രിയേറ്റ് ചെയ്യണം. യു ക്യാൻ ക്രിയേറ്റ്. നിങ്ങളുടെ ഈ സെറോട്ടോണിൻ്റെ ലെവൽ നിങ്ങൾ ശ്വാസത്തെ നിയന്ത്രിച്ച് കൂട്ടിയാൽ നിങ്ങൾക്ക് സ്വപ്നം കാണാം. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, മണ്ടത്തരാണോന്ന് എനിക്കറിയില്ല. കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നം, ഒരു സ്വപ്നം ഇങ്ങനെ കഥ പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇടയ്ക്ക് ഉറക്കം എണീക്കുന്നു, വീണ്ടും ഉറക്കത്തിലേക്ക് തിരിച്ചുപോയി സ്വപ്നത്തിന്റെ ബാക്കി കാണാനുള്ള കഴിവ് എനിക്കുണ്ട്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഈ അറിയില്ല എന്നുള്ളതാണ് പ്രശ്നം. അതറിയാമെങ്കിൽ ഈ ചോദ്യം ഇല്ലല്ലോ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പക്ഷെ അതൊരു കഴിവാണോ ഇങ്ങനെ ബാക്കി സ്വപ്നം കാണാൻ പറ്റുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് കഴിവുകേടും ഒന്നുമില്ല, സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ശരി. അപ്പോൾ ഉറക്കത്തെ പറ്റിയാണ്. ഇപ്പോൾ ഒരു 2 മണിയായാലേ ഉറങ്ങാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ 11 മണിക്ക് ഉറങ്ങാൻ കിടന്നാലും ഉറങ്ങാൻ കഴിയുന്നില്ല. ഉറക്കം വരുന്നുണ്ട്, പക്ഷെ ഉറങ്ങാൻ കഴിയുന്നില്ല. ഒരു 2 മണി 3 മണി ആയതിനു ശേഷം മാത്രമേ ഉറങ്ങാൻ കഴിയുന്നുള്ളൂ. അതൊക്കെ എന്തുകൊണ്ടായിരിക്കും? അതെങ്ങനെയാ ഫിക്സ് ചെയ്യാൻ കഴിയുക? ഇത് മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ ഒരു ഉപോൽപ്പന്നമാണ് ഉറക്കമില്ലായ്മ. ഈ ഉറക്കം വരുന്നില്ല എന്ന് പറയുന്നവനെ ഞാനൊരല്പം കടുത്ത ഭാഷ ഉപയോഗിക്കുന്നതിൽ വിരോധമില്ലല്ലോ. ഇല്ല, പിടിച്ച് ജയിലിലിടണം. എന്നിട്ട് ഇവനെ ഉറങ്ങാൻ സമ്മതിക്കരുത്. അവൻ ഇഷ്ടപ്പെടുമ്പോൾ ഉറങ്ങാൻ സമ്മതിക്കരുത്. ഒരു 24 മണിക്കൂറിനകത്ത് ഇവൻ പറയും, എന്നെ അല്പം ഉറങ്ങാൻ സമ്മതിക്കൂ എന്ന് യാചിക്കുന്നത് കാണാം. അതാണ് അഹങ്കാരം. നമ്മളെ ഈ എന്തൊക്കെയോ ആണ് എന്ന ഒരു ഭാവം സ്വയം ഉണ്ടാക്കും. എന്നിട്ട് കയ്യിലിരിക്കുന്നതും മറ്റവൻ്റെ കയ്യിലിരിക്കുന്നതും എല്ലാം പിടിച്ച് മേടിക്കണമെന്നും ഇനി അവനെ പറ്റിക്കണം, അവനെ ഇല്ലാതാക്കണം, ഇതിങ്ങനെ ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കും. കിട്ടുന്നതൊന്നും പോരാ, ആർത്തി. അപ്പോൾ ആർത്തി പിടിച്ചെന്ത് ചെയ്യും? ഇവനിങ്ങനെ മനസ്സിനെ നിറച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ സെറോട്ടോണിൻ ഉണ്ടാകാത്തത്. എന്നാൽ ഇവനെ ഏതെങ്കിലും അവൻ്റെ നിയന്ത്രണത്തിനപ്പുറമുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിർബന്ധപൂർവം കൊണ്ടെത്തിക്കണം. അവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കില്ല എന്ന് ബോധ്യം വരുമ്പോൾ ഹി വിൽ ബിക്കം ഡൗൺ ടു എർത്ത്. അപ്പോൾ അവൻ സുഖമായി ഉറങ്ങും. എനിക്ക് പല അനുഭവങ്ങളുമുണ്ട്. അല്ല, അപ്പോൾ നമ്മൾ ഈ ഉറക്കത്തിന്റെ പ്രാധാന്യം നല്ലപോലെ മനസ്സിലായാൽ ഉറക്കം തനിയെ വരും എന്നാണോ അതിന്റെ അർത്ഥം? ഉറക്കത്തിന്റെ പ്രാധാന്യം, അറിവ്, അത് മനസ്സിലായാൽ തീർച്ചയായിട്ടും നാം ഉറങ്ങാൻ സന്നദ്ധമാകും. അപ്പോൾ ഉറക്കം വരും. അതിന് ബാഹ്യമായി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അഹങ്കാരം കളയണം, ആർത്തി കളയണം. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞത് ഉറക്കത്തിന്റെ തന്നെയാണ്. കൃത്യമായി ഉറങ്ങാൻ കഴിയുന്നില്ല, ലേറ്റായിട്ട് ഉറങ്ങുന്നു, ലേറ്റായിട്ട് എണീക്കുന്നു, അല്ലെങ്കിൽ ഓഫീസൊക്കെ ഉള്ളവര് നേരത്തെ എണീറ്റ് പോകുമ്പോൾ ഒരു 4 മണിക്കൂറൊക്കെ ആയിരിക്കും ഉറങ്ങുക. അതൊരു റൊട്ടീനായിട്ട് പോകുന്ന പലരും ഉണ്ട് ഇപ്പോഴത്തെ ജനറേഷനിൽ. നമ്മുടെ പ്രശ്നം നമുക്ക് നമ്മേക്കാൾ പ്രിയം നാട്ടുകാരുടെ വിഷയങ്ങൾ അറിയുന്നതിലാണ്. അവിടെയാണ് പ്രശ്നം. എനിക്ക് വിശപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശപ്പില്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് വിശക്കുന്നില്ല എന്ന് ഞാനല്ലേ ചിന്തിക്കേണ്ടത്.
എന്തുകൊണ്ട് അവന് വിശപ്പ് കൂടി എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് എനിക്കെന്തുകൊണ്ട് വിശക്കുന്നില്ലെന്ന് ഞാൻ ചിന്തിച്ചാൽ പോരെ. ഇതാണ് യഥാർത്ഥത്തിൽ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തിനാ? മറ്റുള്ളവരെ സ്വാതന്ത്ര്യത്തെ ആക്രമിക്കാൻ വേണ്ടിയാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആൾക്കാർ വാദിക്കുന്നത്. ഞാൻ വലിയതാണ് എന്ന് ഭാവിക്കാൻ വേണ്ടിയാണ്. അവർക്കാണ് ഉറക്കമില്ലാത്തത്. ആത്മാർത്ഥമായി അവനവനെക്കുറിച്ച് ചിന്തിക്കുന്നവന് ഉറക്കവും വരും, പിന്നെ സുഖവും വരും. അതെ, അപ്പോൾ എനിക്കൊന്ന് ഉറക്കം ഫിക്സ് ചെയ്താൽ ജീവിതത്തിന്റെ പകുതി പ്രശ്നങ്ങൾ തീരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 100%. കാരണം ശരീരത്തിൻ്റെ എല്ലാ റിപ്പയർ വർക്കും നടക്കുന്നത് ഈ ഉറങ്ങുന്ന സമയത്താണ്. അതുകൊണ്ടാണ് സൗണ്ട് സ്ലീപ്പ് ഈസ് എ മസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് നന്നായി ഉറങ്ങാൻ കഴിയണം. എന്നാൽ മാത്രമേ ശരീരത്തിൻ്റെ റിപ്പയർ വർക്ക് ശരീരം ആഗ്രഹിക്കുന്ന രീതിയിൽ നടത്താൻ കഴിയൂ. റിപ്പയർ ഇല്ലാത്ത വാഹനത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതുപോലെ തന്നെയാണ് ശരീരത്തിൻ്റെയും ഇപ്പോഴത്തെ അവസ്ഥ. ഓക്കെ.